ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നും എന്നത്തെയും പോലെ തന്നെ നമ്മുടെ ഉച്ചയൂണ് കറികളും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നുള്ളത്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു കടലക്കറി പുട്ടാണ്. അപ്പം നമുക്ക് ആദ്യം കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മീഡിയം സൈസിലുള്ള ഒരു സവാളയും ഒരു തക്കാളിയും 2 വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ഒട്ടും കരിഞ്ഞു പോവാതെ ഒരുവിധം നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം സവാളയും തക്കാളിയും നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ ചൂടാറാനായി മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതേ വേറെ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 6 7 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തുള്ളത്. അപ്പോൾ അത് ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് അത് ഇതേ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1.5 സ്പൂണൊക്കെ ഉണ്ടാവും മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം 1/2 സ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് ചെറിയ തീയിൽ അതും കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. പൊടികളെല്ലാം മൂത്ത് വന്നപ്പോൾ നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള കടലയാണ്. കടല അതിലേക്ക് ഒഴിച്ചു. പിന്നെ നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഒരു തക്കാളിയും ഒരു സവാളയും 2 വെളുത്തുള്ളിയും നന്നായിട്ട് വഴറ്റി അതൊന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുത്തുള്ളതാണ് കേട്ടോ. അപ്പം ഈ സമയത്ത് ഉപ്പ് നോക്കുക, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതേ കറിയൊക്കെ ചെറിയ തീയിൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കടലക്കറിയാണ്. നല്ല കൊഴുപ്പൊക്കെ ഉള്ള നല്ല ഒരു കടലക്കറിയാണ് ഇത് കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഈസി ആയിട്ടുള്ള കടലക്കറി, പുട്ടും പിന്നെ ചായയും. അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ഒഴിച്ചുകറിയായിട്ട് മത്തങ്ങയും പരിപ്പാണ് കറി വയ്ക്കുന്നത്. പിന്നെ ഉപ്പേരിക്കായിട്ട് ചീരയാണ് ഞാൻ എടുത്തുള്ളത് കേട്ടോ. ഇപ്പം മത്തങ്ങയൊക്കെ കഷ്ണങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. ദേ ഒരു പിടി പരിപ്പ് എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം ദേ കുക്കറിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങയും അതിലേക്ക് ഇട്ടു. പിന്നെ 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും അതിൻ്റെ ഒപ്പത്തിനായിട്ട് വെള്ളം ഒഴിച്ച് ഇതാദ്യം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം മത്തങ്ങയും പരിപ്പൊക്കെ വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പിനായിട്ട് ഞാൻ ഒരു 2-3 പിടി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളകും 2 കറിവേപ്പില, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് അരയ്ക്കൊന്നും വേണ്ട, ഒരുവിധം ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട്
നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന നേരം അപ്പോൾ അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി നന്നായി തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് അരച്ചു വെച്ച അരപ്പും കൂടി ചേർത്തു. കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒന്ന് തിള വരുമ്പോൾ നമുക്കതിലേക്ക് കാച്ചി ഒഴിക്കാം. അപ്പോൾ കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും വേറെ പാൻ വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള കടുകിട്ട് ആദ്യം ഒന്ന് പൊട്ടിച്ചെടുത്ത് പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒഴിച്ചു കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചീര ഇരിപ്പുണ്ട്, അപ്പം അത് വെച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ഇത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചീര ആയതുകൊണ്ട് തന്നെ ഞാൻ കറിവേപ്പില ഇടുന്നില്ല. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചീര ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ചെറിയ തീയിൽ മൂടി വെച്ച് ഇതൊന്ന് വലിച്ചെടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ ഇതൊന്ന് ആദ്യം വലിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ട് ഒന്ന് തുറന്നു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ചെറിയ തീയിലൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് 1-2 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലൊന്ന് ഇളക്കി നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉള്ള ചീരത്തോരനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ചുട്ടരച്ച ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് നാളികേരം ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ചുട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 2-3-4 വറ്റൽമുളകും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ കഷ്ണം കോൽപ്പുളി. അപ്പം അത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ചുട്ട നാളികേരത്തിൻ്റെ മണമൊക്കെ ആയിട്ടുള്ള നല്ല ഒരു ചമ്മന്തിയാണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ മീനും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കുത്തരി ചോറുണ്ട്. അതിലേക്ക് ചീരത്തോരനും നമ്മുടെ ചമ്മന്തിയും ഫിഷ് ഫ്രൈയും പിന്നെ ഒഴിച്ചുകറിയായിട്ടുള്ള മത്തങ്ങയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.